ഹായ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്കും ഫിറോസ് ദാദു ഐഫോൺ വേൾഡ് ഫേസ്ബുക്ക് പേജിലേക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ വന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ്. നമ്മുടെ ഗൂഗിൾ പേ വഴി വലിയൊരു തട്ടിപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സിനിമാ നടി നമ്മുടെ ബഡായി ബംഗ്ലാവിലുള്ള ആര്യ അടക്കം ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ വീഡിയോയിൽ ആ തട്ടിപ്പ് പറഞ്ഞു കാണുള്ള ഒരു കരയുന്ന ഒരു വീഡിയോ ആയിരുന്നു. പക്ഷേ ആ തട്ടിപ്പ് എങ്ങനെയാണ് ഇവരൊക്കെ ചെയ്യുന്നത്, അതൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. എന്തായിരുന്നു ആ തട്ടിപ്പ്? ഒരു സുഹൃത്ത് നമ്മുടെ മൊബൈലിലേക്ക് പെട്ടെന്ന് വിളിച്ചിട്ട് ഞാൻ എൻ്റെ ഗൂഗിൾ പേക്ക് ഒരു 15,000 രൂപ അല്ലെങ്കിൽ ഒരു 3,000 രൂപ അയച്ചിട്ടുണ്ട്, അറിയാതെ വന്നതാണ്, ഞാൻ എൻ്റെ കുട്ടി ഹോസ്പിറ്റലിലാണ്, അതുകൊണ്ട് എനിക്ക് വളരെ പെട്ടെന്ന് ആ പൈസ എനിക്ക് വീണ്ടും തിരിച്ച് സെൻഡ് ചെയ്ത് കൊണ്ടാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജാണ്. നമ്മൾ നേരെ ഗൂഗിൾ പേയിൽ കാര്യം നോക്കുന്ന സമയത്ത് തീർച്ചയായും അവിടെ അങ്ങനെ ഒരു എമൗണ്ട് വന്ന് കിടക്കുന്നുണ്ടാവും. അതൊരു ചതിയാണ്. ആ ചതിയാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. അത് എങ്ങനെയാണ് അവർ ചതിച്ചത് എന്നുള്ളത് നമ്മളത് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എന്താ ചെയ്യുക, വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു പൈസ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും. നമ്മുടെ അക്കൗണ്ടിൽ കയറിയിട്ട് ആ പൈസ സെൻഡ് ആയിട്ടുണ്ടോ, നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ടോ നമ്മൾ നോക്കാറില്ല. നമ്മുടെ ഗൂഗിൾ പേ നോക്കുമ്പോൾ ഒരു അവൻ അയച്ച പൈസ, അവൻ പറഞ്ഞ അതേ പൈസ അവിടെ നമുക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ടാവും. പക്ഷേ അത് നമ്മുടെ മെയിൻ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ടാവില്ല. അത് എന്താണ് അവർ ചെയ്തിട്ടുള്ളത്? ഇതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഒരിക്കലും എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ആരും ഇതുപോലെ വഞ്ചിക്കപ്പെടാൻ പാടില്ല എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതൊരു വലിയൊരു തട്ടിപ്പാണ്. കാരണം വളരെ സിമ്പിളായിട്ട് സാധാരണക്കാരായ ആളുകളെ ചതിയിൽപ്പെടുത്താൻ സാധിക്കുന്ന ഒരു ചെറിയൊരു മെത്തേഡ് കൂടിയാണ്. ഓക്കെ, എന്തായാലും ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം. കണ്ടതിന് ശേഷം ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം. ഗൂഗിൾ പേ വഴി ആരും നിങ്ങൾക്ക് പൈസ സെൻഡ് ചെയ്താലും നിങ്ങളുടെ അക്കൗണ്ടിൽ, അതായത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കയറിയിട്ട് ആ ഒരു പൈസ അവിടെ സെൻഡ് ആയണോ നോക്കിയതിന് ശേഷം മാത്രമേ അവർക്ക് റീപ്ലൈ കൊടുക്കാൻ പാടുള്ളൂ. ഇതുപോലെ ചിലപ്പോൾ നമ്മൾ സുഹൃത്താവാം, അല്ലെങ്കിൽ മറ്റൊരു നമ്പറിൽ നിന്ന് എൻ്റെ കുട്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, അപ്പോൾ ആ കുട്ടിയുടെ പൈസ ഞാൻ അവരുടെ അക്കൗണ്ടിലേക്ക് വിട്ടതായിരുന്നു, ആ സമയത്ത് മാറിക്കാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്കാണ് വന്നത്, നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് അവിടെ പൈസ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അതേമായി തിരിച്ച് എൻ്റെ നമ്പർ ഞാൻ തരാം, ഈ നമ്പറിലേക്ക് അയച്ചു തരാമെന്ന് പറയും. അങ്ങനെ ഒരുപാട് പറ്റിക്കപ്പെടുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സിനിമാ നടിയായ ആര്യ അടക്കം ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ വീഡിയോയിൽ അവർ എങ്ങനെയാണ് പറ്റിക്കപ്പെട്ടത്, അവർ എങ്ങനെയാണ് ഈ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തത് ആരും പറയുന്നിട്ടില്ല. പക്ഷേ ഈ ചാനലിൽ ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഇതാരും അനുകരിക്കരുത്. ഇത് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് മാറ്റിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഇങ്ങനെയൊക്കെ പറ്റിക്കപ്പെടുന്നുണ്ട് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എങ്ങനെയാണ് ആ പറ്റിക്കുന്ന ആ ഒരു രീതി, ആ മെത്തേഡ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്, അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. ഇത് മറ്റുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യരുത്, നല്ല കാര്യങ്ങൾക്ക് മാത്രം യൂസ് ചെയ്യുക. ഇനി എങ്ങനെയാണ് പ്രവർത്തന രീതി വീഡിയോകൾ മനസ്സിലാക്കാം. ഇനി എങ്ങനെയാണ് ഇവർ നമ്മളെ പറ്റിക്കുന്നത് നമുക്ക് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് മെത്തേഡാണ്. ഞാൻ എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. ഇപ്പോൾ തൽക്കാലം ഞാൻ എൻ്റെ മറ്റൊരു അക്കൗണ്ട് എടുത്തു. ഇവിടെ നമ്മൾ സാധാ ആർക്കാണോ അയക്കാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ഇതെടുത്തതിന് ശേഷം പേ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള പൈസ എത്രയാണോ അത് നമ്മൾ അയച്ചു കൊടുക്കാറാണ് പതിവ്. പക്ഷേ അവർ ചെയ്യുന്നത് ഈ ഒരു മെത്തേഡല്ല. അതിന് പകരം നമുക്ക് ഗൂഗിൾ പേയിൽ മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ മെസ്സേജിൻ്റെ ഭാഗത്ത് നമ്മുടെ മൊബൈലിലേക്ക് ഇത്ര പൈസ വന്നു, സെൻഡ് ചെയ്തു എന്നുള്ള രീതിയിലുള്ള ഒരു ടെക്സ്റ്റ് മെസ്സേജ് അവർ ആദ്യമേ എഴുതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അത് അവരവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഇതുപോലെ നിങ്ങൾ കാണാതായിരിക്കും, പേയ്മെൻറ്റ് ടു യു 15,000 August 8 എന്നുള്ള രീതിയിൽ പെയ്ഡ് August 8 ടിക്ക് മാർക്കും കൊടുത്തിട്ടാണ് സെൻഡ് ചെയ്യും. സെൻഡിനോടുകൂടി നമ്മുടെ മൊബൈലിലേക്ക് ഇതുപോലെ വരും. എന്നിട്ട് പെട്ടെന്ന് ഫോൺ വിളിച്ചുകൊണ്ട് പറയും, എടാ നിൻ്റെ മൊബൈലിലേക്ക് അറിയാതെ 15,000 വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എനിക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടായി. നമ്മൾ ഗൂഗിൾ പേ നോക്കുമ്പോൾ അത് കാണും ചെയ്യും. നമ്മൾ അപ്പോൾ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഇതിന് മുമ്പ് പറ്റിക്കപ്പെട്ടിട്ടുള്ള ഒരു സുഹൃത്തിനെ ഞാൻ കാണിക്കാം. നമ്മുടെ അഡ്മിൻ തന്നെയാണ്. ഇതുപോലെ മറ്റൊരു അഡ്മിൻ ജസ്റ്റ് കളിപ്പിക്കാൻ വേണ്ടി ചെയ്തതായിരുന്നു. അങ്ങനെ അവരെന്ത് ചെയ്ത് അതേമാതിരി റിട്ടേൺ അവൻ ആ പൈസ അയച്ചു കൊടുക്കുകയും ചെയ്തു. ഇതേ രീതിയിലാണ് അവർ പറ്റിപ്പിക്കുന്നത്. എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കുക. എപ്പോഴും നിങ്ങളുടെ മെയിൻ അക്കൗണ്ടിൽ ഈ ബാലൻസ് ഉണ്ടോ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം അയച്ചു കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഇൻഫർമേഷൻ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ബൈ ബൈ.